നമ്മുടെ രണാസുനായ രേണു സുതി സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം മാസം 1.25 ലക്ഷം രൂപയാണ് സബ്സ്ക്രിപ്ഷൻ വഴി ഉണ്ടാക്കുന്നത്. ഇന്നലെ രേണുവിന്റെ ചാറ്റ് അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഏതോ ഒരു സബ്സ്ക്രൈബേഴ്സ് അവനടുത്ത് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ UK ഞാനിപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് വന്നതിന് ശേഷം നമുക്കൊന്ന് മീറ്റ് ചെയ്യാമോ എന്ന്. അപ്പോൾ രേണു തന്നെയാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. പക്ഷേ ഈ രേണുവിനെ കുറിച്ച് പലരും പല രീതിയിലുള്ള മോശമായിട്ട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ രേണു വന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. എന്നെക്കുറിച്ച് മോശമായിട്ട് അവർ പറയുന്നത് അവർക്ക് എൻ്റെ അടുത്തുള്ള അസൂയാണ്, ഞാൻ എന്ത് തെറ്റു ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കരയുന്നതും മറ്റു ഷോളും ഒക്കെ രേണു ഇറക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പോസ്റ്റൊക്കെ കരഞ്ഞുകൊണ്ട് ഇട്ടതിന് ശേഷം രേണു ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നിങ്ങളൊന്ന് കാണണം. ഇതാണ് ഓരോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും ലവ് യുവും ഉമ്മയും ഒക്കെ അയച്ച് ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൂട്ടുക. ഇതൊക്കെ കാണിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് മെഴുകുന്നത് വേറെ ലെവലിലാണ്. അതായത് ഞാൻ ഉത്തമയാണ്, ഞാൻ ഒരു തരത്തിലും ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇന്നലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഒന്ന് കറങ്ങാൻ, എന്നോടൊപ്പം ഒന്ന് കറങ്ങാൻ, ഒന്ന് ഐസ്ക്രീം കുടിക്കാൻ അല്ലെങ്കിൽ കോഫി കുടിക്കാൻ, ഒന്ന് മീറ്റപ്പ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് എൻ്റെ മാനേജറിനോട് ബന്ധപ്പെടാം എന്നൊക്കെയാണ് രേണുവിൻ്റെ അടുത്ത ഒരു സംഭവം. സബ്സ്ക്രിപ്ഷനും അപ്പുറം രേണു കടന്നു ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ. അതായത് എന്തായാലും ഫ്രീ ആയിരിക്കില്ല, പൈസ കൊടുത്ത്. പക്ഷെ ഞാനൊന്ന് ആലോചിക്കുന്നത്, ഇത്രയും ഗതികെട്ടവന്മാരൊക്കെ ഈ കേരളത്തിലുണ്ടോ? രേണുവിൻ്റെ കൂടെയൊക്കെ കറങ്ങാൻ വേണ്ടിയുള്ള ഗതികേട് ഇവന്മാർക്കൊന്നും വേറെ ഒരു പണിയില്ലല്ലോ എന്നാണ്. ഷഫീന ബീബി അടക്കമുള്ള പലരും രേണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും ദുബായിൽ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ പലരും രേണുവിനെ പിന്തുണച്ചു. പക്ഷേ ഈ ഒരു കാര്യങ്ങളും ഈ വീഡിയോകളും ചാറ്റുകളും ഒക്കെ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ രേണുവിനെ എല്ലാവരും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. രേണു ഒരു ഉടായ്പാണെന്ന് പണ്ടേ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് അതിലും അപ്പുറമാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഷെയർ ചെയ്യുക.